ഈ ലോകത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതെല്ലാം നിൻ്റേതായി തീരും. ഒന്ന് വീണ് നമസ്കരിച്ചാൽ മാത്രം മതി എന്നുള്ളതല്ല പരീക്ഷ വരുന്ന സന്ദർഭത്തിൽ. ആരെയാണ് ആരാധിക്കേണ്ടത്? എവിടെയാണ് വണങ്ങേണ്ടത്? ആരോട് ചേർന്നാണ് നിൽക്കേണ്ടത്? തിരിച്ചറിവോടുകൂടി കർത്താവായ യേശുക്രിസ്തു പെരുമാറുകയാണ് ചെയ്യുന്നത്. ഈ ധാർമ്മിക ഉത്തരവാദിത്വമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടാണ് വിശ്വാസികളായുള്ള നമ്മെ ഓരോരുത്തരെയും ദൈവമക്കളായി ഓരോരോ രംഗങ്ങളിൽ ദൈവം നിർത്തിയിരിക്കുന്നത് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. സമസൃഷ്ടങ്ങളുടെ വേദനകളെ, നോവുകളെ നോക്കിക്കാണുവാൻ, അറിയുവാൻ, തൊട്ടറിയുവാൻ ഒക്കെ നമുക്ക് സാധ്യമായിട്ട് തീരുമോ? എവിടെയാണ് പൈശാചികമായുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്, നമ്മെ ഇല്ലാതെയാക്കി തീർക്കുന്നത്, സാധ്യതകളുള്ളതായുള്ള ജീവിതത്തെ ഇല്ലാതെയാക്കി പരാജയപ്പെടുത്തുന്നത്? ഇത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നെ തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവേൻ എന്നെ പൗലോസപ്പോസ്തലൻ റോമർക്ക് എഴുതിയതായ ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ജീവിതത്തിന് ഒരർത്ഥം കുറിക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതായിട്ടുള്ള അവസരത്തിൽ മാത്രമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നെ തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവേൻ. അവിടെ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടാണ്, ചവിട്ടി നടക്കുവാനായിട്ടാണ് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവവുമായിട്ടുള്ള അകലം വളർത്തുന്നതിനായിട്ടല്ല, അകലം കുറച്ച് ഞാൻ ദൈവത്തിലും ദൈവം എന്നിലുമായിരിക്കുന്ന സൗഭാഗ്യകരമായ അനുഭവം ജീവിതത്തിൽ ഉളവാകുവാൻ്റെ കോണം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അത്രേ ആവശ്യമായിരിക്കുന്നത്.